ഈ ആഴ്ചയിൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തനം, പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ഇതൊക്കെ വേണ്ടി വരുവാനിടയുണ്ട്. ആയതുകൊണ്ട് ഒരു പക്ഷേ പല കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിലും ഇതൊന്നും തന്നെ പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ആത്മവിശ്വാസം നിർബന്ധമായും വേണ്ട കാലമാണ് ഈ ഒരാഴ്ച. പ്രയത്നങ്ങൾക്ക് ഫലം കുറയും. വാഹനം മാറ്റി വാങ്ങുന്നത്, തീരുമാനിക്കുന്നത് മാറ്റിവെക്കുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാനിട വരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. പഠിച്ച വിദ്യയോട് അനുബന്ധമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകുവാനും ആയതുവഴി കർമ്മമേഖലകളുടെ വിപുലീകരണങ്ങളെപ്പറ്റി പുനരാലോചിക്കുവാനും ഇടയുണ്ട്. അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുവാൻ അവസരം ഉണ്ടാകും. അവരിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം, മാനസികമായി സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞു മാറ്റുവാനും ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം വന്നു ചേരുവാനും അവസരം ഉണ്ടായിത്തീരും. വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.